ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരവും പ്രവചനാതീതവുമായ ഒരു സീസണാണ് കടന്നുപോയത്. ഉദ്വേഗജനകമായ മത്സരങ്ങളും അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനങ്ങളും അപ്രതീക്ഷിതമായ തിരിച്ചറിവുകളും കൊണ്ട് സമ്പന്നമായിരുന്നു IPLന്റെ 19ാം പതിപ്പ്. ടൂർണമെന്റിലെ തുടക്കം മുതൽക്കേ പ്രവചിക്കപ്പെട്ടതുപോലെ തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തുടർച്ചയായ 2ാം തവണയും IPL കിരീടത്തിൽ മുത്തമിട്ടു. ഫൈനലിൽ ഗില്ലിന്റെ കരുത്തരായ ഗുജറാത്ത് ടൈറ്റൻസിനെ അവരുടെ സ്വന്തം തട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് RCB പരാജയപ്പെടുത്തിയത്. ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിദേശ താരങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യൻ ആഭ്യന്തര താരങ്ങളും യുവപ്രതിഭകളും ലീഗിലുടനീളം മേധാവിത്വം പുലർത്തി എന്നതാണ്. വിരാട് കോഹ്ലിയെ പോലുള്ള വെറ്ററൻ താരങ്ങളുടെ പരിചയ സമ്പത്തും വൈഭവ് സൂര്യവംശിയെ പോലുള്ള കൗമാരക്കാരുടെ പ്രസരിപ്പും ഒത്തുചേർന്നപ്പോൾ അത് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു ദൃശ്യവിരുന്നായി മാറി. ഏതൊരു 2020 ടീമിന്റെയും വിജയത്തിന്റെ അടിത്തറ എന്നത് അവരുടെ ഓപ്പണർമാരാണ്. ഈ സീസണിലെ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ അനുഭവ സമ്പത്തും യുവത്വത്തിന്റെ അഗ്രസീവ് ശൈലിയും ഒത്തുചേർന്ന ഒരു സ്വപ്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രായം വെറും നമ്പറാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് വിരാട് കോഹ്ലിക്ക് ഇതൊരു അവിസ്മരണീയമായ സീസണായിരുന്നു. RCBയുടെ റൺ മെഷീൻ ഈ വർഷം 16 ഇന്നിംഗ്സുകളിൽ നിന്നായി 675 റൺസാണ് അടിച്ചുകൂട്ടിയത്. ടൂർണമെന്റിലുടനീളം ടീമിന്റെ ബാറ്റിംഗ് നട്ടലായി നിന്നതും കോഹ്ലിയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കലാശ പോരാട്ടത്തിൽ അദ്ദേഹം കളിച്ച പുറത്താകാതെയുള്ള 75 റൺസിന്റെ ഇന്നിംഗ്സ് ഈ സീസണിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ്. വലിയ മത്സരങ്ങളിൽ സമ്മർദ്ദമില്ലാതെ എങ്ങനെ കളിക്കണമെന്ന് കോഹ്ലി ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. മാത്രമല്ല തന്റെ കരിയറിലെ ഏറ്റവും വേഗമേറിയ IPL 50 കുറിച്ചതും ഈ ഫൈനലിൽ തന്നെയാണ് എന്നതും കോഹ്ലിയുടെ ഇപ്പോഴത്തെ ഫോമിന്റെ തെളിവാണ്. ഈ സീസണിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് നിസ്സംശയം പറയാവുന്ന പേരാണ് വൈഭവ് സൂര്യവംശി. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വണ്ടർ കിഡ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പൺ ചെയ്തുകൊണ്ട് റെക്കോർഡുകൾ പലതും തിരുത്തിക്കുറിച്ചു. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറിലേക്കുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയാണ് വൈഭവ് സീസൺ അവസാനിപ്പിച്ചത്. 16 ഇന്നിംഗ്സുകളിൽ നിന്നും 776 റൺസാണ് ഈ ഇടക്കയ്യൻ ബാറ്റർ അടിച്ചുകൂട്ടിയത്. അതിലും വിസ്മയിപ്പിക്കുന്നത് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ്. 237.30 എന്ന അവിശ്വസനീയമായ വേഗത്തിലാണ് വൈഭവ് റൺസ് വാരിക്കൂട്ടിയത്. പവർ പ്ലേ ഓവറുകളിൽ ബൗളർമാരെ നിർഭയം നേരിടാനുള്ള വൈഭവിന്റെ കഴിവും ടൈമിങ്ങും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് അടിവരയിടുന്നു. ടീമിന്റെ മധ്യനിര ശക്തമാക്കുന്നതിനൊപ്പം അതിവേഗം റൺസ് ഉയർത്താൻ ശേഷിയുള്ള കളിക്കാരാണ് ഈ പൊസിഷനുകളിൽ ഇടം നേടിയിരിക്കുന്നത്. ഈ സീസണിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇഷാൻ കിഷൻ തന്നെ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. 3ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ ഇഷാൻ പല മത്സരങ്ങളിലും ടീമിന്റെ രക്ഷകനായി മാറി. 15 ഇന്നിംഗ്സുകളിൽ നിന്നും 602 റൺസാണ് ഇഷാന്റെ സമ്പാദ്യം. നിർഭാഗ്യവശാൽ ഒരു സെഞ്ചുറി പോലും നേടാനായില്ലെങ്കിലും 6 തവണയാണ് താരം അർദ്ധ സെഞ്ചുറി പ്ലസ് സ്കോറുകൾ അടിച്ചെടുത്തത്. വിക്കറ്റിന് പിന്നിൽ മിന്നൽ സ്റ്റംപിങ്ങുകളുമായി ഇഷാൻ തിളങ്ങി. പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് വ്യക്തിപരമായി മികച്ച ഒരു സീസണായിരുന്നു ഇത്. ടീം എന്ന നിലയിൽ ഗംഭീരമായി തുടങ്ങിയ ശേഷം പഞ്ചാബ് പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും ഒരു ബാറ്റർ എന്ന നിലയിൽ ശ്രേയസ് തന്റെ കടമ കൃത്യമായി നിർവഹിച്ചു. 4ാം നമ്പറിൽ ഇറങ്ങി മധ്യനിര ഭദ്രമാക്കി അദ്ദേഹം 498 റൺസ് നേടി. ഇന്നിംഗ്സിന്റെ മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ കൃത്യമായി നേരിടാനും ടീമിന്റെ റൺ റേറ്റ് താഴെ സൂക്ഷിക്കാനും ശ്രേയസിന് കഴിഞ്ഞു. ഈ സ്വപ്ന ഇന്ത്യ 11 നയിക്കാൻ ഏറ്റവും അർഹതയുള്ള താരം RCBയുടെ നായകൻ രജത് പട്ടിദാർ തന്നെയാണ്. ഡൂപ്ലസിക്ക് ശേഷം RCBയുടെ നായകസ്ഥാനം ഏറ്റെടുത്ത പട്ടിദാർ മുന്നിൽ നിന്നും പട നയിച്ച നായകനാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹതാരങ്ങളെ പ്രചോദിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ബാറ്റിംഗിലും മികച്ച ഫോം തുടർന്ന് അദ്ദേഹം 14 ഇന്നിംഗ്സുകളിൽ നിന്നും 501 റൺസ് അക്കൗണ്ടിലാക്കി. ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ ബാറ്റ് വീശാൻ കഴിഞ്ഞതാണ് പട്ടിദാറിന്റെ വിജയം. ഏതൊരു പരിമിത ഓവർ ക്രിക്കറ്റ് ടീമിന്റെയും ജീവൻ എന്ന് പറയുന്നത് ഓൾറൗണ്ടർമാരാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ മാച്ച് വിന്നർ ആകാൻ കഴിയുന്ന 2 ലോകോത്തര ഓൾറൗണ്ടർമാരാണ് ഈ ടീമിലുള്ളത്. RCBക്കായി കൃണാൽ പാണ്ഡ്യ തുടർച്ചയായ 2ാം സീസണിലും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ലോവർ ഓർഡറിൽ അതിവേഗം റൺസ് കണ്ടെത്താൻ കൃണാലിന് സാധിച്ചു. ഈ സീസണിൽ 226 റൺസ് നേടുന്നതിനൊപ്പം തന്റെ കൃത്യതയാർന്ന ഇടക്കൈൻ സ്പിൻ ബൗളിംഗിലൂടെ 14 നിർണായക വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തി. എക്കണോമിക് റേറ്റ് കുറച്ചു നിർത്തി റൺസ് വിട്ടുകൊടുക്കാതിരിക്കാൻ കൃണാലിന് പ്രത്യേക മിടുക്കുണ്ടായിരുന്നു. തന്റെ പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്തിയ രവീന്ദ്ര ജഡേജയ്ക്ക് ഇതൊരു മികച്ച പ്രകടനത്തിനുള്ള അവസരമായിരുന്നു. ഫീൽഡിംഗിൽ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ചവരിൽ ഒരാളായ ജഡേജ ബാറ്റിംഗിലും ബൗളിംഗിലും രാജസ്ഥാന്റെ സുപ്രധാന തുറുപ്പുചീട്ടായിരുന്നു. സീസണിൽ 10 വിക്കറ്റുകൾ നേടുന്നതിനൊപ്പം ലോവർ മിഡിൽ ഓർഡറിൽ ഇറങ്ങി 266 റൺസ് സ്കോർ ചെയ്യാനും ജഡേജയ്ക്കായി. പല മത്സരങ്ങളിലും ഫിനിഷറുടെ റോളിൽ ജഡേജ തിളങ്ങി. ഈ 11ന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്പിൻ ഓപ്ഷനായി കൃണാലും ജഡേജയും ഉള്ളതുകൊണ്ട് തന്നെ 4 പ്രമുഖ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാരെയാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെത്ത് ഓവറുകളിലും പവർ പ്ലേയിലും ഒരുപോലെ വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ളവരാണിവർ. RCBയുടെ കിരീടധാരണത്തിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച ബൗളറാണ് വെറ്ററൻ താരം ഭുവനേശ്വർ കുമാർ. ഈ സീസണിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത 2ാമത്തെ ബൗളറായിരുന്നു അദ്ദേഹം. പവർ പ്ലേ ഓവറുകളിൽ പന്ത് ഇരുവശത്തേക്ക് സ്വിംഗ് ചെയ്യിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന് മുന്നിൽ പല മുൻനിര ബാറ്റർമാരും പതറി.
28 വിക്കറ്റുകളാണ് അദ്ദേഹം ഈ സീസണിൽ തന്റെ പോക്കറ്റിലാക്കിയത്. ഡെത്ത് ഓവറുകളിൽ കൃത്യതയാർന്ന യോർക്കറുകൾ എറിയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. റാസിഖ് സലാമിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസണായിരുന്നു കടന്നുപോയത്. RCBയുടെ പേസ് നിരയിൽ ഭുവനേശ്വറിന് മികച്ച പിന്തുണ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കട്ടറുകളും വേരിയേഷനുകളും കൃത്യമായി ഉപയോഗിച്ച് താരം RCBക്കായി 19 വിക്കറ്റുകൾ പിഴുതു. മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി കൂട്ടുകെട്ടുകൾ പൊളിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കും വഹിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഫൈനൽ പ്രവേശനത്തിൽ മുഹമ്മദ് സിറാജിന്റെ ബൌളിംഗ് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തന്റെ ആക്രമണപരമായ ബൌളിംഗ് ശൈലിയിലൂടെ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുതിയ പന്തിലും പഴയ പന്തിലും ഒരേപോലെ തിളങ്ങിയ സിറാജ് ഈ സീസണിൽ 19 വിക്കറ്റുകൾ തന്നെയാണ് സ്വന്തമാക്കിയത്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ യുവ പേസറായ പ്രിൻസ് യാദവ് ഈ സീസണിലെ മറ്റൊരു വലിയ വാഗ്ദാനമാണ്. വേഗതയും കൃത്യമായ ലൈനും ലെങ്ത്തും കൊണ്ട് ശ്രദ്ധേയനായ പ്രിൻസ് 16 വിക്കറ്റുകളാണ് ഇത്തവണ സ്വന്തമാക്കിയത്. കളി കൈവിട്ടു പോകുമെന്ന് തോന്നിയ പല ഘട്ടങ്ങളിലും ലക്നൌവിന് ബ്രേക്ക് ത്രൂകൾ സമ്മാനിച്ചത് പ്രിൻസ് യാദവ് ആയിരുന്നു. ഈ 11-അംഗ ടീം ഏതൊരു ലോകത്തൊരു 2020 ടീമിനോടും കിടപിടിക്കാൻ തക്ക ശേഷിയുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. വിരാട് കോഹ്ലി, ഭുവനേശ്വർ കുമാർ, രവീന്ദ്ര ജഡേജ എന്നിവരുടെ ദീർഘകാലത്തെ അന്താരാഷ്ട്ര പരിചയ സമ്പത്തും വൈഭവ് സൂര്യവംശി, പ്രിൻസ് യാദവ് എന്നിവരുടെ യുവത്വവും ചേരുമ്പോൾ ടീമിന് മികച്ച ബാലൻസ് ലഭിക്കുന്നു. 8-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഭുവനേശ്വർ കുമാർ വരെയുള്ള ഒരു നീണ്ട ബാറ്റിംഗ് നിര ഈ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെ മുൻനിര തകർന്നാലും ഭയപ്പെടേണ്ടതില്ല. ഭുവിയുടെ സ്വിംഗും സിറാജിന്റെ വേഗതയും പ്രിൻസിന്റെ ലെങ്ത്തും റാസിക്കിന്റെ വേരിയേഷനുകളും ചേരുന്ന പേസ് നിര അതിശക്തമാണ്. കൂടാതെ മിഡിൽ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാൻ ജഡേജ, കൃണാൽ, സ്പിൻ സഖ്യവുമുണ്ട്. RCBയെ തുടർച്ചയായ 2ാം കിരീടത്തിലേക്ക് നയിച്ച രജത് പട്ടിദാറിന്റെ ശാന്തതയും കൃത്യമായ തീരുമാനങ്ങളും ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. 19ാം IPL സീസൺ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആഴവും പരപ്പും ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തു. RCBയുടെ കിരീടധാരണം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയപ്പോൾ ഈ സീസണിലൂടെ ഉയർന്നു വന്ന ഇന്ത്യൻ പ്രതിഭകൾ വരും വർഷങ്ങളിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ വാതിലുകളിൽ മുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തിരഞ്ഞെടുത്ത ഇന്ത്യൻ 11 കേവലം പേപ്പറിൽ മാത്രമല്ല, കളിക്കളത്തിൽ ഇറങ്ങിയാലും ഏതൊരു ടീമിനെയും തകർക്കാൻ പോകുന്ന സർവശക്തരായ ഒരു സംഘമാണ്.